നമ്മളെ ഇന്ന് നയിക്കാൻ വേണ്ടി ആത്മാവിൻ്റെ നിയമം. എന്നാൽ ആത്മാവിൻ്റെ നിയമം മക്കൾക്ക് അറിഞ്ഞുകൂടാ. കാരണം അക്കരെ നാട്ടിൽ നിക്കരെ പ്രവർത്തിക്കാൻ നമുക്കറിയത്തില്ല. നമ്മൾ ഇക്കരെ നാട്ടിൽ നിക്കരെ പ്രവർത്തിക്കുക, അതിലൊരു പ്രോഫിറ്റും ഇല്ല. ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. അത് ഈ ഇക്കരെ നാട് എന്ന് പറഞ്ഞാൽ ഫ്ലഷാ, ജഡനാടാ. ഇവിടെ ഇതിൽ ലാഭമൊന്നുമില്ല. പക്ഷെ അക്കരെ നാട്ടിൽ നിക്കരെ പ്രവർത്തിച്ചാൽ ലാഭമാണ്. നിങ്ങൾക്കറിയോ, ഈ ലോകത്ത് പലരും വന്ന് സമ്പന്നന്മാരൊക്കെ ആയിട്ട് പോയി. ഇതെല്ലാം ഭയങ്കര രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ മരണത്തിൽ അവർ വട്ടപൂജയായിരുന്നു. പക്ഷേ യേശുക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോ? യേശുക്രിസ്തുവിനെ കുറിച്ച് പറയും, യേശു 53 എഴുതിയിരിക്കുകയാണ് ഒരു വ്യത്യാസം. കാരണം യേശു അക്കരെ നാട്ടിൽ നിക്കരെ നാട്ടിൽ പ്രവർത്തിച്ച ആളാണ്. യേശു പറഞ്ഞില്ല എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പകരം അക്കരെ നാട്ടിലുള്ള എൻ്റെ അപ്പൻ എന്ത് പറയുന്നു അത് ഞാൻ ഇക്കരെ നാട്ടിൽ ചെയ്യുന്നു. ഇക്കരെ നാട്ടിൽ പറയുന്നു. ഇക്കരെ നാടെന്ന് പറഞ്ഞാൽ ഭൂമി, അല്ലെങ്കിൽ അക്കരെ നാടെന്ന് പറഞ്ഞാൽ സ്വർഗം. സ്വർഗസ്ഥനായ പിതാവ്, സ്വർഗസ്ഥനായ പിതാവ്, ആത്മലോകം. ആ പിതാവ് പറയുന്നത് ഞാൻ ഈ ഭൂമിയിൽ ചെയ്യുന്നു. അതായത് അക്കരെ നാട്ടിൽ നിന്ന് ഇക്കരെ നാട്ടിൽ പ്രവർത്തിക്കുന്നു. എന്നിട്ട് ആ യേശു മരിച്ചപ്പോൾ ബൈബിൾ വചനം എഴുതി വെച്ചിരിക്കുക, അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെയായിരുന്നു. ദിസ് ഈസ് റിയൽ ബിസിനസ് ട്രെയിനിങ്. നിങ്ങൾ ധാരാളം ബിസിനസ് ട്രെയിനിങ് ഒരുപക്ഷെ അറ്റൻഡ് ചെയ്തുണ്ടാവും ഈ ശബ്ദ കാഴ്ച വരുന്നില്ല. ദിസ് ഈസ് റിയൽ ബിസിനസ് ട്രെയിനിങ്. നിങ്ങൾക്ക് സമ്പന്നന്മാരാകണോ? ഇതാ യേശുവിനെ പോലെ ആയിത്തീരും, യേശുവിനെ പിന്തുടരാൻ. അക്കരെ നാട്ടിൽ നിന്ന് ഇക്കരെ നാട്ടിൽ പ്രവർത്തിക്കുക.